നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ശരീരഭാഗം അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് നമ്മുടെ ശരീരഭാഗം അറ്റുപോയാൽ നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്യണം, എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം അറ്റുപോയ അവസ്ഥ ഉണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ ഈ ന്യൂസുകളിലും ഒക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ എങ്ങനെ നമ്മൾ ആ അറ്റുപോയ ഭാഗം എങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കും, എന്തൊക്കെയാണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്, എങ്ങനെ അത് പ്രിസർവ് ചെയ്യണം എന്നതിനെയൊക്കെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ചിലരുടെ ചില അറിവില്ലായ്മ കൊണ്ട് ഈ അറ്റുപോയ ശരീരഭാഗം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും അത് കേടുവന്ന് പോയിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗവുമായിട്ട് അത് ചേർത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടാവും. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നമ്മുടെ ശരീരഭാഗത്തിൻ്റെ അറ്റുപോയ ഭാഗം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് നമ്മൾ ശാസ്ത്രീയപരമായ രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ, അതായത് അത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ പ്രിസർവ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അറ്റുപോയ ഭാഗം നമുക്ക് ചേർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് നമ്മുടെ ശരീരവുമായി നന്നായി പ്രവർത്തിക്കണം, അതിന് ചലനശേഷിയൊന്നും പോവാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ശരിയായ രീതിയിൽ അത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ച് അത് നമ്മുടെ അറ്റുപോയ ഭാഗവുമായിട്ട് ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ അത് പ്രവർത്തിക്കും. അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പോയ ഭാഗം, അത് കൈവിരലോ കാൽവിരലോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗമാവാം, ഈ അറ്റ ഭാഗം ഒരിക്കലും നമ്മുടെ ശരീരമായിട്ട് പിന്നെയും ചേർത്ത് വെച്ച് തുണി വെച്ച് കെട്ടിക്കൊണ്ടു പോകരുത്. അതേപോലെ തന്നെ വെറും ഒരു പ്ലാസ്റ്റിക് കവറിലോ എന്തെങ്കിലും കവറിലോ ഇട്ടിട്ട് അതങ്ങനെ കൊണ്ടുപോകരുത്. അത് പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്ന ദൂരം അനുസരിച്ച് അത് കേടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് അതങ്ങനെ കൊണ്ടുപോകരുത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെറും ഐസും കട്ടേൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഐസ് പീസുകളുടെയൊക്കെ ഉള്ളിലിട്ടിട്ട് കൊണ്ടുപോകരുത്. അങ്ങനെ കൊണ്ടുപോയാലോ ഈ അറ്റ ഭാഗം പെട്ടെന്ന് തന്നെ മരവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് അതിൻ്റെ ജീവനില്ലാത്തൊരവസ്ഥയിലേക്ക് അതെത്തും. അങ്ങനെയും ഒരിക്കലും നമ്മൾ കൊണ്ടുപോകരുത്. അപ്പോൾ ഇതിന് കൊണ്ടുപോകാനൊരു പ്രത്യേക രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മളത് കൊണ്ടുപോകണം. ഈ അറ്റുപോയ ഭാഗം കൊണ്ടുപോകാൻ ഒരു പ്രത്യേക രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുക, നമ്മുടെ കൈവിരലിൻ്റെ അറ്റമാണ് അറ്റുപോയതെങ്കിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് എത്രയും പെട്ടെന്ന് അതെടുത്തിട്ട് അതിൽ പൊടിയോ മണ്ണോ അതേപോലെ തന്നെ ബ്ലഡൊക്കെ ഉണ്ടാവും, അത് കഴുകി കളയുക. ഈ കഴുകി കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നല്ല വെള്ളത്തിൽ, അതായത് സ്പീഡിൽ വരുന്ന പൈപ്പും വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ട് ഈ പൈപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കരുത്. അത് അടിയിൽ കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ ശക്തിയിൽ, ആ വെള്ളം വരുന്ന ശക്തിയിൽ നമ്മുടെ അറ്റുപോയ വിരലിലുള്ള ഞരമ്പുകളൊക്കെ മരവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അത് മെല്ലെ ഒന്ന് മുക്കിയെടുക്കുക. അങ്ങനെ അതിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിൽ നമ്മളത് മുക്കിയെടുത്ത് വൃത്തിയാക്കുക. എന്നിട്ട് ഒരു പോളിത്തീൻ കവർ എടുക്കുക, അതിൽ ഈ അറ്റുപോയ വിരൽ കഷ്ണം അതിലിടുക. എന്നിട്ട് നന്നായി കെട്ടിവെക്കുക. ഒന്നും അതിൻ്റെ അകത്ത് പോകാത്ത രീതിയിൽ വേണം നമ്മളത് കെട്ടിവെക്കാൻ. അങ്ങനെ കെട്ടിവെച്ചിട്ട് വേറൊരു കവർ എടുത്തിട്ട് അതിൽ നിറയെ ഐസ് ക്യൂബുകളും അതേപോലെ തന്നെ വെള്ളവും ഒഴിക്കുക. എന്നിട്ട് ഈ ഐസ് ക്യൂബും വെള്ളവുമുള്ള ഈ കവറിൻ്റെ ഉള്ളിലോട്ട് ഈ പോളിത്തീൻ കവറുണ്ട്, നമ്മൾ വിരൽ കഷ്ണം ഇട്ട് വെച്ചിരിക്കുന്ന കവറും ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടുക. എന്നിട്ട് രോഗിയെയും ഈ മുറിഞ്ഞു പോയ ഈ വിരൽ കഷ്ണമുള്ള ഈ കവറും അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ സർജറി ചെയ്തിട്ട് ഇത് നമ്മുടെ എവിടെയാണോ അറ്റുപോയ ഭാഗമുള്ളത് അവിടെയായിട്ട് ചേർത്ത് വെക്കുന്നതാണ്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ വിരലിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതും നമ്മൾ അറ്റുപോയ ഭാഗവുമായിട്ട് പെട്ടെന്ന് തന്നെ യോജിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ അറ്റുപോയ ഭാഗത്തു നിന്ന് ഒരുപാട് ബ്ലഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൽ ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, കൈ മുറിഞ്ഞാൽ എങ്ങനെ ബ്ലഡ് വന്നാൽ നമ്മൾ കെട്ടിക്കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ അവരെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ അറ്റുപോയ ഭാഗം നമുക്ക് അറ്റുപോയ വിരലുമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മാച്ച് ചെയ്ത് സർജറി ചെയ്ത് അതിനൊരു പ്രശ്നങ്ങളും കൂടാതെ തന്നെ അത് പ്രവർത്തിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്.